വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളവയാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പസമയം ഇരിക്കാം. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തിരുസഭ ഇന്ന് വരുന്ന ഞായറാഴ്ച ത്രിത്വൈക തിരുനാൾ ആഘോഷിക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ. ത്രിത്വൈക വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ക്രിസ്തീയ മതവിഭാഗങ്ങളിൽ പലതരം വിഭാഗങ്ങളുണ്ട്, നമുക്കറിയാം. കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റും ബോണഗെയിനും, ഇനി അതുകൂടാതെ മാർത്തോമായും പിന്നെ ജാക്കോബൈറ്റും, അങ്ങനെ കുറേ ഉണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ടവൻ ആണെങ്കിലും ശരി, നീ ഒരു ക്രൈസ്തവ വിശ്വാസിയാണോ, നീ ത്രിയേക വിശ്വാസിയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ത്രിത്വൈക ദൈവവിശ്വാസം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്നത് ഈ ത്രിത്വൈക വിശ്വാസത്തിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഒരു പ്രാർത്ഥന തുടങ്ങുന്നതും ഒരു പ്രാർത്ഥന അവസാനിക്കുന്നതും ഒക്കെ ഈ ത്രിത്വൈക നാമത്തിലാണ്. ആശീർവദിക്കുന്നതും അങ്ങനെ തന്നെ. ഒക്കെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ ആരംഭിക്കുന്നതും അത് അവസാനിക്കുന്നതും. മരണസമയത്തും കുരിശു വരച്ചുകൊണ്ടാണ്. എല്ലാ ലേപനങ്ങളെല്ലാം ഈ കുരിശു വരയിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്താണ് ഈ ത്രിയേക ദൈവവിശ്വാസ ഈ തിരുനാളിൻ്റെ അടിസ്ഥാനവും സന്ദേശവും? താത്വികമായ വിശകലനങ്ങൾ, ദൈവശാസ്ത്രമായ വിശകലനങ്ങളും താത്വികമായ വിശകലനങ്ങളും ഒക്കെ പറയാനും മനസ്സിലാക്കുവാനും വിഷമം പിടിച്ചതാകുമ്പോൾ ഏറ്റവും എളുപ്പം അനുദിന ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ഈ ത്രിയേക വിശ്വാസത്തെ വിശദീകരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം ഈ ത്രിയേക ദൈവവിശ്വാസമാണ്. വായിച്ചു മറന്ന ഒരു കവിതയുണ്ട്. ഞാൻ കവിത പാരായണത്തിൽ പ്രഗത്ഭനൊന്നുമില്ല. കീരിയും പാമ്പുമാണ് എപ്പോഴും പോയി രണ്ട് കീറ് കൊടുക്കാതെ പറ്റില്ലല്ലോ. ഇത് പറയണത് അമ്മയാണ്. 2 മക്കളേ ഉള്ളൂ. 2 മക്കളെ കുറിച്ചാണ് പറയണത്. ആങ്ങളെയും പെങ്ങളും എപ്പോഴും കീരിയും പാമ്പും പോലെയാണ്, എപ്പോഴും വഴക്കണം. അമ്മ സൗകര്യം കേട്ടു. അപ്പം അമ്മ പറയണം, കീരിയും പാമ്പുമാണ് എപ്പോഴും പോയി 2 കീറ് കൊടുക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ മോനെ പിടിക്കാൻ, മോനെ ഓടിച്ചിട്ട് മോനെ പിടിച്ചു, വടിയും പിടിച്ച് തല്ലാനുള്ള ഏർപ്പാടാണ്. ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പം എത്രയും ക്രൂധനായി നോക്കിയ പുത്രൻ മൊഴിഞ്ഞു കോപിഷ്ഠൻ. എന്താണ് പുത്രൻ മൊഴിഞ്ഞത്? മമ്മിക്കും ഡാഡിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കടിപിടി പാടുള്ളൂ. തല്ലിയിൽ അമ്മ കൈ താണുപോയി, ചിന്തയിൽ കല്ലുകടിച്ച പോൽ നിന്നുപോയി. തല്ലിയിൽ അമ്മ കൈ താണുപോയി, ചിന്തയിൽ കല്ലുകടിച്ച പോൽ നിന്നുപോയി എന്നാ എഴുതിയത്. ആരാണെന്ന് ഓർക്കണല്ലേ, വായിച്ച് മറന്നു. വളരെ പേര് കേട്ടൊരു കവിയാണിത് എഴുതിയിരിക്കുന്നത്. എന്തുവാവട്ടെ, വീട്ടില് കലഹം, മക്കള് കലഹം. അങ്ങനെ മക്കൾ തമ്മിലുള്ള കലഹം തീർക്കാനായിട്ട് ശ്രമിച്ചതാണ് അമ്മ. മകന്റെ ചോദ്യത്തിന് മുൻപിൽ ഒന്നും മിണ്ടാട്ടല്ല. കൈ താണുപോയി ചിന്തയിൽ എന്നാണ്. വടിപിടിച്ച കൈ താണുപോയി. കുടുംബത്തിൽ പരസ്പരം ശണ്ഠ, വഴക്ക്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ
മക്കളും അത് പഠിക്കുന്നു. മക്കൾക്കും സമാധാനമില്ല. മക്കൾ തമ്മിലുള്ള സണ്ട കുടുംബത്തിൽ മാതാപിതാക്കൾക്കും സമാധാനം കൊടുക്കണല്ലേ. പരസ്പരം വഴക്കെടുന്ന മാതാപിതാക്കൾ, ഈ വഴക്കെടുന്ന മാതാപിതാക്കളെ നോക്കി മക്കൾ സന്തോഷിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ മക്കളോട് പഠിക്കി, മക്കളോട് പരസ്പരം സ്നേഹിക്കി, മക്കളോട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണമല്ലോ, അനുസരണം വേണം എന്നൊക്കെ പറയുമ്പോൾ, മക്കളെ നിങ്ങൾ പഠിക്കണം, പ്രാർത്ഥിക്കണം, നല്ല സ്വഭാവം വേണമെന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ അതില്ലെങ്കിൽ പിന്നെ അവരെ എവിടുന്ന് കണ്ടുപിടിക്കും? അവ സമാധാനമില്ലാത്ത കുടുംബം, സമാധാനമില്ലാത്ത മക്കൾ നമുക്ക് ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങളായിട്ട് തീരുകയാണ്. എന്നാൽ വേറെ തിരിച്ച് മറുപുറമുണ്ട്. നല്ല സന്തോഷത്തിലും സമാധാനത്തിലും കഴിയണ കുടുംബം, മാതാപിതാക്കൾ തമ്മിൽ എന്തൊരു ചേർച്ചയാണ്, എന്തൊരു ഐക്യം, എന്തൊരു സ്നേഹം, പരസ്പരം രമ്യതയിൽ പോകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നു, ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്നു, പരസ്പരം കുടുംബ ബന്ധങ്ങൾ തമ്മിൽ എത്രയോ സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്നു. ആ കുടുംബത്തിൽ മക്കൾ അതുപോലെ തന്നെ ഒത്തിരി എനർജി ആ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. ഒത്തിരി ഒരു സ്നേഹവും സാമീപ്യവും സാഹോദര്യവും തീഷ്ണതയും ഒക്കെ ആ കുടുംബത്തിൽ ഉണ്ടാവുന്നു. എന്തതിനടിസ്ഥാനം? നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമാരോ നമ്മളെ സ്നേഹിക്കുന്നവർ കൂട്ടുകാർ അവിടെ ഒരുമിച്ച് കൂടുന്നു. ഈ ബഹ്റൈനിൽ തന്നെ എത്രയോ അസോസിയേഷൻസ് ഉണ്ട്, എത്രയോ ക്ലബ്ബുകളുണ്ട്. പരിചയമുള്ള ഒരാളെ നിങ്ങൾ കുറേ വർഷമായിട്ട് കണ്ടിട്ട് ഇവിടെ ഈ പള്ളി കോമ്പൗണ്ടിൽ വെച്ച് കണ്ടു കഴിയുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് എവിടെയായിരുന്നു ഇത്രയും നാള്? എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദം, എന്തൊരു ആഹ്ലാദം. സ്നേഹിക്കുന്നവർ ഒന്നിച്ചു കൂടുമ്പോൾ ആനന്ദം, ആഹ്ലാദം, സമാധാനം, സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ. എന്നാൽ ഈ സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയുമ്പോൾ എത്ര വലിയ വേദനയാണ്, എത്ര വലിയ വേദന. സമാധാനമില്ല, കുടുംബത്തിന് സമാധാനമില്ല, കുടുംബത്തിൽ കയറി വരാൻ തോന്നണല്ലേ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ത്? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമാണ് എന്തുകൊണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നാകുമ്പോൾ സമാധാനവും സന്തോഷവും സ്നേഹവും ഐശ്വര്യവും ഉണ്ടാകുന്നു, ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നു. എന്തുകൊണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയുമ്പോൾ വേദനയുണ്ടാകുന്നു, മുറിവുകൾ ഉണ്ടാകുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, ഉയർച്ചയുണ്ടാകാതെ പോകുന്നു, തളർച്ചയുണ്ടാകുന്നു? എന്തുകൊണ്ട്? ഇതിൻ്റെ ഉത്തരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം. ത്രിത്വൈക ദൈവം. നമ്മുടെ ദൈവം ഒറ്റയാനല്ല, നമ്മുടെ ദൈവം കൂട്ടായ്മയാണ്, സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ് ദൈവം തന്നെ. ദൈവം ഒറ്റയാനല്ല. ഒറ്റയാൻ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരെ സൂക്ഷിക്കണം. കാരണം അവർക്ക് വേറൊരാൾ അംഗീകരിക്കാൻ സാധിക്കില്ല. തെറ്റ് കണ്ടാൽ ക്ഷമിക്കാൻ കഴിയില്ല. അവർ വാളെടുത്ത് തലകൊയ്യും. അങ്ങനെ വാളെടുത്ത് തലകൊയ്യാൻ പഠിപ്പിക്കുന്നവരൊക്കെ ഒറ്റയാൻ ദൈവത്തെ പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തീയ മതം ലോകത്തോട് പഠിപ്പിക്കുന്നത് ഇതാണ്: നമ്മുടെ ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഐക്യത്തിന്റെ ബന്ധത്തിന്റെ ഏക ദൈവത്തിലാണ് ക്രിസ്തീയ സഭ വിശ്വസിക്കുന്നത്. അതാണ് ഈ ലോകത്തോട് പ്രഘോഷിക്കുന്നതും അതാണ് ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കുന്നതും. ആ ജീവിതത്തിലാണ് ഈ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയും വളർച്ചയും ഉണ്ടാകുന്നതും. ദൈവം അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. മറ്റെല്ലാ സൃഷ്ടവസ്തുക്കളെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചത്. എന്നാൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഉൽപ്പത്തിയുടെ രഹസ്യമാണ് ഇത് പറയണത്. നമ്മുടെ ഉൽപ്പത്തിയുടെ രഹസ്യം, നമ്മുടെ സൃഷ്ടിയുടെ രഹസ്യം, നമ്മുടെ അടിസ്ഥാനം അതിതാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ സ്വഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ. ആ സ്വഭാവം സ്നേഹമാണ്, ആ സ്വഭാവം ഐക്യമാണ്, ആ സ്വഭാവം പരസ്പരം കൂട്ടായ്മയാണ്, ബന്ധമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നത്, നമുക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. ഈ സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുമ്പോൾ മുറിവുകൾ ഉണ്ടാകുന്നത് ഒരു സുഖമില്ല എന്ന് പറയണല്ലേ, ഒരു സുഖമില്ല, എന്തോ ഇതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ. നമ്മുടെ അടിസ്ഥാനമാണ് ഈ പറയണത്. നീ ഐക്യത്തിലും ഒരുമയിലും കൂട്ടായ്മയിലും ആയിരിക്കേണ്ടവനാണെന്നാണ് പറയണത്. നമ്മളൊക്കെ പ്രവാസി മലയാളികളായിട്ട് ഇവിടെ അധ്വാനിക്കുക ഈ ബന്ധങ്ങൾ നന്നാകുന്നതിന് വേണ്ടിയിട്ടല്ലേ? ബന്ധങ്ങളുള്ളവർക്ക് ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടി. ഇവിടെ മുണ്ട് മുറുക്കി വിടുത്താലും പട്ടിണി കിടന്നാലും ഈ മരുഭൂമിയിൽ നമ്മൾ ജീവിച്ച് വറ്റി തീർന്നാലും ആരെങ്കിലുമൊക്കെ ഉയരണമെന്നുള്ള കാരണം കൊണ്ടാ ഇങ്ങനെ ജീവിച്ച് തീരുന്നത്. എന്നിട്ടും ജീവിച്ച് തീരുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെങ്കിലോ? നിദാഖ് എന്നാണ് ആ നിയമം. അയൽ രാജ്യത്തെ പ്രവാസികളൊക്കെ
മടങ്ങിപ്പോകുന്ന നിയമം വന്നത് നമ്മുടെ തൊട്ടായി രാജ്യത്ത്. നിയമം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരും സാമൂഹിക നേതാക്കന്മാരും എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, അവിടെ പോയി രാജാവിനെ കാണണം, അവിടെ പോയി അവരെ കാണണം. സ്വന്തം നാട്ടുകാരെ സ്വീകരിക്കാൻ നാടിനാകുന്നില്ലെങ്കിൽ പിന്നെ പ്രവാസ ലോകത്ത് അവരെ ഭരണകർത്താക്കൾ അംഗീകരിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നാണക്കേട് തോന്നണല്ലേ? സ്വന്തം നാട്ടുകാരെ സ്വീകരിക്കാൻ നാടിനും വീട്ടുകാർക്കും ആകുന്നില്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും പ്രവാസ ലോകത്തെ ഭരണകർത്താക്കൾ സംരക്ഷിക്കട്ടെ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഒരു കാര്യം ശരിയാ, കുറേ വർഷമൊക്കെ ഇവിടെ കഴിഞ്ഞ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് നാട്ടിലേക്കൊക്കെ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ്. പക്ഷെ സ്വീകരിക്കാൻ നമുക്കൊരു പാർപ്പിടമുണ്ട്, നമുക്കൊരു നാടുണ്ട്, നമുക്കൊരു വീട്ടുകാരുണ്ട്, ബന്ധങ്ങളുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലാതെ പിന്നെ നമുക്ക് എവിടെ ജീവിക്കാനായിട്ടൊരു പ്രചോദനം കിട്ടുന്നത്? അത് തന്നെയാ പ്രശ്നവും. സ്വന്തം നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പിന്നെ ആർക്ക് വേണം എന്നാ ചോദിക്കുന്നത്. എന്നാൽ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ സ്വീകരിക്കാൻ ഒരു വീടുണ്ട്, നിങ്ങളെ സ്വീകരിക്കാൻ മുറികളും താമസ സൗകര്യം ഒരുക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, ഒരുക്കാനാ പോകുന്നതെന്ന ഈശോ നമ്മോട് പറയണത്. ഈ നാടും ഈ ലോകവും നിന്നെ വെറുത്തേക്കാം, നിന്നെ മറന്നേക്കാം, നിന്റെ വിയർപ്പിന് വില കണ്ടില്ലെന്ന് വരും, എന്നാൽ വില കാണുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളത് തന്നെയാ നമുക്ക് ആശ്വാസം നൽകുന്നത്. അതാണ് ത്രിയേക ദൈവ വിശ്വാസം. ഇതാ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ലോകം നിന്നെ മാനിക്കില്ല, ഈ ലോകം നിന്റെ ജോലിയിൽ ഒരുപക്ഷെ നിന്റെ വിയർപ്പിന് വില കാണില്ല, എന്നാൽ വില കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവമാണ്, ഈ ദൈവം തന്നെയാണ്, ഈ ക്രിസ്തു തന്നെയാണ്, ഈ ത്രിയേക ദൈവം തന്നെയാണ് ജീവിക്കാനുള്ള നമുക്ക് പ്രചോദനമാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബന്ധുമിത്രാദികൾ നിന്നെ ഉപേക്ഷിച്ചേക്കാം, ഉറ്റവരും ഉടയവരും നിന്നെ തിരസ്കരിച്ചേക്കാം, പടിയടച്ച് പിണ്ടം വെച്ചേക്കാം, എന്നാൽ നിന്റെ വിശ്വാസം മാത്രമേ നിനക്ക് കൈമുതലായിട്ടുണ്ടാവുകയുള്ളൂ, ഇന്നും എന്നും ഏത് നിമിഷവും. ഇതാണ് ത്രിയേക ദൈവ വിശ്വാസം. എൻ്റെ ദൈവത്തിൽ എനിക്ക് ശരണമുണ്ട് എന്നുള്ള വിശ്വാസം. ഈ വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ എന്ത് അർഹതയുണ്ടെന്നാ തോന്നുക? ജീവിക്കേണ്ടെന്ന് തോന്നും ഈ വിശ്വാസം പോലും നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് ഇതാണ് വിശ്വാസത്തിന് അടിസ്ഥാനവും ആധാരവും ത്രിയേക ദൈവ വിശ്വാസം. ഇത് കണ്ടുപിടുത്തമല്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ഇതാണ് സത്യം. തിരുവചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഇതാണ്. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഈ ഛായയും സാദൃശ്യവുമാണ് പരസ്പര ബന്ധം. അതുകൊണ്ട് കൂട്ടായ്മയും ഐക്യവും ബന്ധവും വളരട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ ഈ ബന്ധം നമ്മിൽ വളരട്ടെ, നമ്മുടെ കുടുംബത്തിൽ വളരട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഈ സ്നേഹവും ശാന്തിയും സമാധാനവും വളരുമ്പോൾ മക്കളും അത് തന്നെയാണ് പഠിക്കുന്നത്. ഇത് പഠിച്ചു വളരുന്ന മക്കളാണ് സമൂഹത്തിൽ, അതേത് മതങ്ങളുമായിക്കൊള്ളട്ടെ, ഏത് സംസ്കാരവുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായത്തിന് വിപരീതമായ അഭിപ്രായമുള്ളവരായിക്കൊള്ളട്ടെ, അവരെല്ലാവരും വ്യക്തികളായി അംഗീകരിക്കാനും സ്നേഹിക്കാനും സാധിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് ത്രിയേക ദൈവ വിശ്വാസം നമുക്ക് അത്യന്താപേക്ഷിതമാണ്, നമ്മുടെ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനമായ വിശ്വാസത്തിൽ നിലനിന്ന് ക്രിസ്തീയ ജീവിതം നമുക്ക് സ്വർഗീയ ജീവിതമാക്കി മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.